നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്പയാർ ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ പഞ്ചലോഹ തിടമ്പും അമൂല്യ വസ്തുക്കളും കണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP ഏകദിന ഉപവാസം നടത്തി. കനത്ത മഴയിൽ കയ്പമംഗലം വഴിയമ്പലം സെന്ററിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃപ്പയാർ ക്ഷേത്രത്തിൽ നിന്നും 17 വർഷം മുൻപ് മോഷണം പോയ പഞ്ചലോഹ തിടമ്പുകളും മറ്റനേകം അമൂല്യ വസ്തുക്കളും കണ്ടെടുക്കണമെന്നും അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്പയാറിൽ ഏകദിന ഉപവാസം നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ പകൽ വെളിച്ചത്തിൽ അധികാരികളുടെ പരസ്യമായിട്ടുള്ള ഒത്താശയോട് കൂടിയിട്ടാണ് ഈ കളവ് മുഴുവൻ നടന്നതെങ്കിൽ തൃപ്പയാറിൽ അത് രാത്രിയിലാണ്, രഹസ്യമായിട്ടുള്ള ഒത്താശയിലാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ കളവ് നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും മോഷണ സംഘമാണ് എന്ന്, പ്രസിദ്ധരായിട്ടുള്ള മോഷണ സംഘമാണ് എന്ന് ഇനിയും നമ്മൾ ധരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം കഴിഞ്ഞ 17 വർഷമായി ഈ കേസ് അന്വേഷിക്കുകയാണ്. 2008 മെയ് 30 ഈ സംഭവം ഉണ്ടാകുന്നത്. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ, AK ചന്ദ്രശേഖരൻ, ലോചനൻ അമ്പാട്ട്, സേവ്യൻ പള്ളത്ത്, EP ഹരീഷ് മാസ്റ്റർ, ബഗീഷ് പൂരാടൻ, സജിനി ഉണ്ണിയരംപുരയ്ക്കൽ, EP ജാൻസി, NK ബീതിഹരൻ എന്നിവർ നേതൃത്വം നൽകി. അവിശ്വാസികൾ ക്ഷേത്രഭരണത്തിൽ നിന്ന് മാറി വിശ്വാസികളെ ഭരണം ഏൽപ്പിക്കണമെന്നും പോലീസ് അന്വേഷണം പാതിവഴിയിൽ നിലച്ചത് കള്ളൻ കപ്പലിൽ തന്നെ എന്നതിന് തെളിവാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അനീഷ് കുമാർ ആരോപിച്ചു. അങ്ങനെ 4 അന്വേഷണ സംഘം മാറി മാറി അന്വേഷിച്ചു. 17 വർഷം പിന്നിട്ടു. പക്ഷെ പ്രതികളെ മാത്രം പിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ചില ഓഫീസർമാരെ നമ്മുടെ പരിചയക്കാരാണ്. നിങ്ങൾ ഈ പരിപാടി വെച്ച സമയത്ത് ഞാൻ അവരെ വിളിച്ച് അന്വേഷിച്ചു, ഇതെന്താണിത് പിടിക്കാൻ പറ്റാത്തത്. അപ്പോ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, ഇതൊക്കെ ഞങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ പിടിക്കും, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്യേണ്ട പോലെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അനുമതി ലഭിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ കേസ് പിടിക്കുന്നവരാണ്. അപ്പൊ ചോദ്യം ചെയ്യേണ്ടവരെ ചോദ്യം ചെയ്യേണ്ട പോലെ ചോദ്യം ചെയ്താൽ ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞാൽ ആരെയാണ് ചോദ്യം ചെയ്യേണ്ടത്? ചോദ്യം ചെയ്യേണ്ട പോലെ. അപ്പോ കപ്പലിൽ തന്നെയാണ് കള്ളൻ എന്ന് വളരെ വ്യക്തമാണ്. ഹിന്ദു ഐക്യവേദി കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം കൊളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച നാമജപയാത്ര ഐരൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് CBI അന്വേഷിക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, ദേവസ്വം മന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന നാമജപ യാത്ര സമാപന യോഗത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PN അശോകൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശശി കാര്യക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ദാസ് മുളങ്ങിൽ, കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് ജ്യോതിബാസ് തേവർക്കാട്ടിൽ, നികേഷ് കീഴ്പുള്ളിക്കര, മനോജ് ദേവസ്വം പറമ്പിൽ, മണികണ്ഠൻ ചേന്നമ്പുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. നാമജപയാത്രയ്ക്ക് റീന സുരേഷ്, ഷഹന മനോജ്, ലതാ ശശി, ബാബു PB, സിദ്ധൻ പള്ളത്ത്, മോഹൻദാസ് കോഴിപ്പറമ്പിൽ, രാജേഷ് കൊട്ടാരത്ത്, KS ശിവൻ എന്നിവർ നേതൃത്വം നൽകി. കനത്ത മഴയിൽ കയ്പമംഗലം വഴിയമ്പലം സെന്ററിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. ദേശീയപാതയോട് ചേർന്ന സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത്. ഈ പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളക്കെട്ടുണ്ട്. ദേശീയപാതയിലും കിഴക്കേ സർവീസ് റോഡും വെള്ളം കയറിയ അവസ്ഥയിലാണ്. നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ കാൽനടയാത്ര സാധ്യമാകാത്ത സ്ഥിതിയിലാണ്. ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് വെള്ളക്കെട്ടുണ്ടായത്. അതേസമയം ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളം ഒഴുകിപ്പോകേണ്ട പല തോടുകൾ മണ്ണിട്ട് മൂടിയതാണ് പ്രശ്നമായതെന്നും എത്രയും വേഗം ഇത് തുറക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇവിടെ പണി നടന്നുകൊണ്ടിരുന്നില്ലേ, അപ്പൊ ഇവിടെ വെള്ളം ഇവർ സ്റ്റോപ്പാക്കി. അപ്പോഴാണ് ഇപ്പോൾ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. 4 പുറം ഫുള്ളും വെള്ളമാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ വെള്ളമായിട്ടുണ്ട്.
എടത്തിരുത്തി കമ്മായി റോഡ് സബരിയ കലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരത്തിൽ KVC കാറൽമണ്ണ ജേതാക്കളായി. ന്യൂസ് 7 കാട്ടൂർ 2ാം സ്ഥാനവും സ്റ്റാർ വിഷൻ വെങ്കിടങ്ങ് 3ാം സ്ഥാനവും നേടി. തൃശൂർ ജില്ലാ IRE വടംവലി അസോസിയേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വടംവലി മത്സരം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR നിഖിൽ, MS നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നവമി പ്രസാദ്, MK ഫൽഗുണൻ, പഞ്ചായത്ത് അംഗങ്ങളായ PS ഷമീർ, VV ജയൻ, ക്ലബ്ബ് ഭാരവാഹികളായ VS ശ്രേയസ്, വൈഷ്ണവ് മാണിയത്ത്, MS ശ്രീലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ASI സുധീഷ് ബാബു സമ്മാനദാനം നിർവഹിച്ചു. ലീഡുകളെ തിരിച്ചു പിടിച്ചുകൊണ്ട് കളിക്കളമുണ്ട്. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ, പരാജയപ്പെടാൻ മനസ്സില്ലാത്ത 14 പോരാളികളുടെ പോരാട്ടം. കാട്ടൂരിന്റെ കുതിരശക്തികൾ അവസാനങ്ങളിലേക്ക് 9:30 അടിയിൽ കടന്ന് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വികസന രേഖയുടെ പ്രകാശനം MLA നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചുള്ള അവതരണം വികസന സദസ്സ് ജില്ലാ റിസോഴ്സ് പേഴ്സണും കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായ ഗിരീഷ് മോഹൻ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വികസനം നേട്ടങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി KB മുഹമ്മദ് റഫീഖ് അവതരിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയ തങ്ങൾ, ER ഷീല, ഹേമലത രാജ്കുട്ടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മറ്റുദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ചിലത് മാത്രം പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഒന്നാമത്തെ കാര്യം, സംസ്ഥാനത്ത് ഇപ്പോൾ നല്ലപോലെ ഭൂമിയുടെ ഉപഗ്രഹ സർവേ നടക്കുകയാണ്. പുതിയ നല്ല യന്ത്രോപകരണങ്ങളുടെ സാന്നിധ്യത്തിലൊക്കെ നടക്കുന്ന വളരെ അക്യുറേറ്റ് ആയിട്ട് നടക്കുന്ന സർവേയാണ്. കേരളത്തിൻ്റെ ആ സർവേ പൂർത്തിയാക്കുമ്പോഴുള്ള റിസൾട്ട് പലപ്പോഴും നമ്മുടെ ആധാരവും ഭൂമി തമ്മിൽ ബന്ധമില്ലാതിരുന്നു. പക്ഷെ എല്ലാവരെയും ഭൂമിത്തെ അല്പം കൂടുതലാണ്, കുറവൊന്നുമില്ല. കൂടുതലാണുള്ള പ്രശ്നം ആധാരത്തിനേക്കാൾ കൂടുതൽ ഭൂമി ഉണ്ടാകുന്നു. അപ്പം ചില ആളുകൾ വിചാരിക്കുന്നത് അപ്പുറത്താളുടെ ഭൂമി തട്ടിയെടുത്താതൊന്നുമല്ല. ചിലത് ചെയിൻ നേരത്തെ നമ്മളിങ്ങനെ കയറോണ്ടൊക്കെ പിടിച്ച് എല്ലാണ്ടും ഒക്കെ ചെയ്ത കുറേ ഇതുണ്ട്. അപ്പോൾ 1.5 സെന്റ്, 5 സെന്റ്, 10 സെന്റ് കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ കൂടുതലുണ്ട്. തൂലിക സാംസ്കാരിക വേദി വലപ്പാട് ബീച്ച് വീട്ടുമുറ്റ സദസ്സ് നടത്തി. വളവത്ത് ജയപ്രകാശിന്റെ വീട്ടുമുറ്റത്ത് നടത്തിയ ചടങ്ങിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം VV ചിദംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അലോക് മോഹൻ വിഷയാവതരണം നടത്തി. ചടങ്ങിൽ അംഗത്വ വിതരണവും പുസ്തക കളക്ഷനും നടത്തി. തൂലിക പ്രസിഡന്റ് ജയപ്രകാശ് വളവത്ത അധ്യക്ഷത വഹിച്ചു. ഘോഷ് വിക്രഞ്ചേരി, വനിതാ വിഭാഗം പ്രസിഡന്റ് കനകത് ജ്യോതി ബാലൻ, ജിജീഷ് വിക്രഞ്ചേരി, പ്രിൻസ് നെടിയിരിപ്പിൽ, ജിത, ഷൈനി, ഉണ്ണികൃഷ്ണൻ വളവത്ത്, ജയശ്രീ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റ് കുടുംബയോഗം നടന്നു. വലപ്പാട് കീഴ് വാലിപ്പറമ്പിൽ സുബൈദ ടീച്ചറുടെ വസതിയിൽ നടന്ന കുടുംബയോഗം KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CK മധു അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് NR പ്രകാശൻ, ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CR ഗണേഷ്, ED ആശാലത, KV ജയൻ, TMC രാജൻ, PA ജോസഫ്, സുബൈദ, NK അശോകൻ, MV രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. റിലീഫും പ്രഖ്യാപിക്കും. അതിൽ തന്നെ ധാരാളം കുടിശ്ശികകൾ ഇനിയും നമുക്ക് ലഭിക്കാനായി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ലഭ്യമായിരുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അത് അവസാനിപ്പിച്ചുകൊണ്ട് PFRDA നിയമം പാസ്സാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലനിർത്തേണ്ടത് നമ്മളുടെ അത്യാവശ്യമാണ്. കാരണം സുപ്രീം കോടതി തന്നെ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് പെൻഷൻ എന്ന് പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് ആണ്. അല്ലാതെ അത് ആരുടെയും ഔദാര്യം ദൈവമല്ല. ഒരു സർവീസ് പെൻഷനെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ നീക്കിവെക്കപ്പെട്ട ഭാഗമാണ് പിൻകാലത്ത് പെൻഷനായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പെൻഷനെ സംബന്ധിച്ചിടത്തോളം ലീഗൽ റൈറ്റ് ആണ്. അതിന്റെ മുകളിലാണ് ഇപ്പോ PFRDA നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം ലഭിച്ചു എന്ന രീതിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുകളിൽ ഒരു വാള് തൂങ്ങി
തൃപ്പയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടാലന്റ് സ്കൗട്ട് പരിപാടിയുടെ സമാപന സമ്മേളനം നടന്നു. തൃശൂർ ജില്ലയിലെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ടാലന്റ് സ്കൗട്ട് പരിപാടി നടത്തിയത്. സമാപന സമ്മേളനം മുൻ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറുമായ P. വിനു ഉദ്ഘാടനം നിർവഹിച്ചു. NES കോളേജ് പ്രിൻസിപ്പൽ NC അനീജ അധ്യക്ഷയായി. NES ചെയർമാൻ ശിവൻ കണ്ണോളി, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ലതിമോൾ MV, ശശിധരൻ V, സ്റ്റുഡൻറ് ചെയർപേഴ്സൺ ലെന കൃഷ്ണ എന്നിവർ സംസാരിച്ചു. 12ഓളം മത്സരങ്ങളിലായി വിജയിച്ചവർക്ക് ചെയർമാൻ ശിവൻ കണ്ണോളിയും പഞ്ചായത്ത് മെമ്പർ P. വിനുവും ചേർന്ന ക്യാഷ് അവാർഡുകളും ട്രോഫികളും വിതരണം ചെയ്തു. SN വിദ്യാഭവൻ, ചേർപ്പ് ലൂർദ് മാത, HSS പനങ്ങാട്, HSS വാടനപ്പള്ളി, കാർമൽ സെൻട്രൽ സ്കൂൾ വലപ്പാട് എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ വിജയിച്ചത്. ടാലന്റ് കോർഡിനേറ്റർ ലിജിന ജെയിൻ, MB ദീപ, ഹന്ന അമൽ ആന്റണി, NR സ്മിത, NV സജിത, VA അപർണ, MV രൂപ എന്നിവർ നേതൃത്വം നൽകി. മറ്റു കലാകായിക മികവുകളെല്ലാം ഉള്ളവരാണ്. അവരുടെ ആ കലാകായിക മികവുകളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ NES കോളേജ് ഒരു വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് ഇതിൽ ഭാഗമായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും, അധ്യാപകരെയും, മാനേജ്മെന്റ് ഭാഗത്തുള്ളവരെയും എല്ലാവരെയും പ്രത്യേകം അനുമോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ളൊരു ഫംഗ്ഷൻ കാണുന്നത് തന്നെ. തൃശ്ശൂർ ജില്ലയിൽ നിന്നും വന്നിട്ടുള്ള വിവിധ സ്കൂളുകളിൽ നിന്നും വന്നിട്ടുള്ള കുട്ടികൾ ഒരു 12ഓളം ഇനങ്ങളിൽ, വ്യത്യസ്തങ്ങളായ ഇനങ്ങളിൽ അവരുടെ കഴിവുകളെല്ലാം തെളിയിച്ചുകൊണ്ട് അവരുടെ പ്രകടനങ്ങൾ നല്ല നിലയ്ക്ക് നടത്തിക്കൊണ്ട് സമ്മാനദാനം വാങ്ങാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 20ാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോതകുളം ബീച്ചിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം വലപ്പാട് സബ് ഇൻസ്പെക്ടർ ആന്റണി ജിമ്പിൾ ഉദ്ഘാടനം ചെയ്തു. 20ാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച 4ാമത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് കോതകുളം ബീച്ച് ജംഗ്ഷനിൽ ജനങ്ങൾക്കായി തുറന്നു നൽകിയത്. അന്തരിച്ച പുഷ്പൻ തൈക്കാട്ടിന്റെ സ്മരണയ്ക്കായി കുടുംബത്തിന്റെ സഹകരണത്തോടെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വലപ്പാട് പോലീസിന് വാർഡിന്റെ ആദരവും സമർപ്പിച്ചു. പൊതുപ്രവർത്തകരായ മോഹനൻ ഭഗവതി പറമ്പിൽ, രാമകൃഷ്ണൻ പാതാട്ട്, ഗിരീശൻ ഏറൻ കിഴക്കാത്ത്, ആശാവർക്കർ ബിൽ മിത്ര, ആര്യ, പ്രകാശൻ ഏറൻ കിഴക്കാത്ത്, രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ദിനേശൻ, യാദവൻ തൈക്കാട്ട്, അഷ്ടമൂർത്തി, അഭിജിത്ത് ഏറൻ, റോഷൻ കുന്നുങ്ങൽ, അനുഹരി എന്നിവർ നേതൃത്വം നൽകി. പ്രവാസി ഫെഡറേഷൻ ജില്ലാ കുടുംബ സംഗമവും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവാസി രംഗത്തുള്ളവർക്ക് ആദരവും നടത്തി. എമിഗ്രേഷൻ ഫണ്ട് പ്രവാസി ക്ഷേമത്തിന് വിനിയോഗിക്കണമെന്ന് ET ടൈസൺ മാഷ് MLA ആവശ്യപ്പെട്ടു. കിഷോർ വാഴപ്പള്ളി അധ്യക്ഷനായി. പ്രകാശൻ കരാട്ടുപറമ്പിൽ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ്, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, ജില്ലാ പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK സുലൈമാൻ, പ്രവാസി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി A സജീവ്, പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഭിലാഷ് ചന്ദ്രൻ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MV സുരേഷ്, പ്രവാസി സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ സമദ്, ലാൽ കച്ചില്ലം, PN സുജിന്ത്, വിജയരാഘവൻ, ENR കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഓട്ടംതുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥ്, ബാലകവയത്രി തീർത്ത വിവേക്, ഭിന്നശേഷി സൗന്ദര്യ മത്സരത്തിലെ സ്റ്റേറ്റ് വിന്നർ അഫ്രീൻ ഫാത്തിമ, എഴുത്തുകാരൻ സലീം ചാമക്കാല, പ്രമുഖ പ്രവാസി വ്യവസായികളായ കിഷോർ കാർത്തികേയൻ, ദിലീപ് പത്മനാഭൻ, PS സുഗതൻ, കൃഷ്ണശ്രീ മധുലാൽ എന്നിവരെ ആദരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. ഇസൈമലർ ബാൻഡിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. പ്രവാസി ഫെഡറേഷന്റെ തൃശൂർ ജില്ലാതല കുടുംബ സംഗമത്തിന്റെ സമാപന സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രവാസം വെടിഞ്ഞ് തിരികെ എത്തുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് പ്രവാസി ഫെഡറേഷൻ മുൻകൈയെടുക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്.
തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ലയൺസ് ക്ലബ് ചന്ദ്രാപിനി ലെജൻസ് തൃശൂർ ഐ വിഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചന്ദ്രാപിനി GLP സ്കൂളിൽ നടന്ന ക്യാമ്പ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ജോൺസൺ കോലങ്കണ്ണി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ശ്യാൽ ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ പ്രസന്നൻ തറയിൽ, ഡോക്ടർ നിലൂഫർ, സെക്രട്ടറി മനോജ്, ട്രഷറർ പ്രവീൺ വിളമ്പത്ത് എന്നിവർ സംസാരിച്ചു. വടനപ്പള്ളി സ്കൂൾ കമ്പനി വിക്ടറിയുടെയും വടനപ്പള്ളി ലയൺസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ ആശുപത്രിയുടെയും വടനപ്പള്ളി ഒലീവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക്കിന്റെയും സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. തളിക്കുളം AMUP സ്കൂളിൽ വെച്ച് SCV മെമ്പർ കാർത്തിക് ഇത്തിക്കാട്ടിന്റെ സ്മരണാർത്ഥമാണ് ക്യാമ്പ് നടത്തിയത്. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. AC രാജു അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം AD ഷാജു ആലുങ്ങൽ, വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം KB ശ്രീജിത്ത്, KB സംഭാജി, KB അഷിൽ, IA അനുരാഗ്, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് സെക്രട്ടറി MC മദനകുമാർ, വടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് KS സിൻകുമാർ, ഒലീവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക് MD KK ക്രിജിത്ത് എന്നിവർ സംസാരിച്ചു. കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ PRO മണികണ്ഠൻ, ഒലീവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക്കിലെ ഡോക്ടർ നഹിദ മുഹമ്മദ് എന്നിവർ ക്യാമ്പിനെ പറ്റി വിശദീകരണം നടത്തി. ക്യാമ്പിൽ സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ, നേത്രപരിശോധന, തിമിര ശസ്ത്രക്രിയ, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, രക്തസമ്മർദ്ദ നിർണയം, ശ്വാസകോശ രോഗ വിഭാഗം, ജനറൽ മെഡിസിൻ, PFT എന്നീ സേവനങ്ങൾ ഉണ്ടായിരുന്നു. CD വിവേക്, CU യോഗഷ്, CP പ്രദീപ്, വടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി റലീഷ് രവീന്ദ്രൻ, ട്രഷറർ CM സുധീഷ് കുമാർ, MV ബിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. പക്ഷേ ഈ പ്രദേശത്ത്, ഈ തീരദേശത്ത് നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് വിക്ടറി ക്ലബ്ബ്. അത് അഭിമാനപൂർവ്വം പറയുവാൻ യാതൊരു മടിയുമില്ല. നിരവധി ക്ഷേമ പ്രവർത്തനം കോവിഡ് സമയത്തായാലും പ്രളയ സമയത്തായാലും ജനങ്ങളെ മനസ്സിൽ തൊട്ടറിഞ്ഞ് സേവനം നടത്തുന്ന എല്ലാ ചിന്തകൾക്കും അപ്പുറത്ത്, ജാതിമത ചിന്തകൾക്കും എല്ലാം അപ്പുറത്ത് സേവനം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനവസേവ, മാധവസേവ. തൃത്തല്ലൂർ ഈസ്റ്റ് SNDP മരണാനന്തര സമിതി ജനറൽ ബോഡി യോഗം ചേർന്നു. ഏംഗൽസ് നഗർ സഹായ സമിതി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് മണികണ്ഠൻ തോട്ടപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി വസന്ത മണി, ശ്രീജ മൗസമി, റോയ് വൈക്കാട്ടിൽ, ദീപ ബാബു, ജയപ്രകാശൻ, ശ്രീകുമാർ മഞ്ഞിപ്പറമ്പിൽ, രത്നാകരൻ തോട്ടപ്പറമ്പത്ത്, പ്രമിൽ തോട്ടപ്പറമ്പത്ത്, സുനിൽ വന്നേരി, ലീന വിദ്യൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് മണികണ്ഠൻ തോട്ടപ്പറമ്പത്ത്, സെക്രട്ടറി ഷൈജി ഗോപാലകൃഷ്ണൻ, ട്രഷറർ ദിനേശൻ പാക്കത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. 10 എക്സിക്യൂട്ടീവ് അംഗങ്ങളടക്കം കൂടി
കനത്ത മഴയിലും കാറ്റിലും വീടിന്റെ മതിൽ തകർന്നു വീണു. വടനപ്പള്ളി നടുവിൽക്കര ഇത്തിക്കാട്ട് പരേതനായ ശിവാനന്ദന്റെ ഭാര്യ ദിവ്യയുടെ വീടിന്റെ മതിലാണ് തകർന്നു വീണത്. ഞായറാഴ്ച രാത്രിയിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന കനത്ത മഴയിലാണ് നീളമുള്ള മതിൽ ഇടിഞ്ഞു വീണത്. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ തൃശൂർ റവന്യൂ ജില്ലാ കമ്മിറ്റി ക്വിസ് മത്സരം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് സമ്മാനദാനം നിർവഹിച്ചു. KAMA സംസ്ഥാന വൈസ് പ്രസിഡന്റ് EI മുജീബ് അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് AA ജാഫർ മുഖ്യാതിഥിയായി. ജില്ലാ സെക്രട്ടറി KM ഗഫൂർ, ജില്ലാ ട്രഷറർ KA അബ്ദുസമദ്, KNM VHSS സ്കൂൾ PTA പ്രസിഡന്റ് ഷിർഷാദ് അലി, ജില്ലാ വർക്കിംഗ് സെക്രട്ടറി PA അബ്ദുൾ അഹദ്, വനിതാ വിംഗ് ജില്ലാ ചെയർപേഴ്സൺ MK അദിഖ ബീവി, കൺവീനർ PS റഹ്മത്ത്, MK സക്കീർ ഹുസൈൻ, ഷാഹുൽ ഹമീദ് സഗീർ, അമൽ വഹാബ്, PS സാജിദ, PM സബീന, ജാസ്മി TU എന്നിവർ സംസാരിച്ചു. മാത്രമല്ല അറബ് എന്താണെന്നുള്ളത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, വലുതായിട്ടല്ല. അറബ് ഭാഷയൊന്നും നമുക്ക് ഉദ്ദേശിച്ചതുപോലെ ഒരു പൂർണ്ണാർത്ഥത്തിൽ അറബ് ഭാഷ പഠിച്ചെടുക്കാൻ കഴിയില്ല, അറബി പഠിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ 28 രാജ്യങ്ങളിലായി 400 ദശലക്ഷം ആളുകൾ സംസാരിക്കുന്നുണ്ടെന്നുള്ള എൻ്റെ ഒരു അറിവ് അറബ്. അപ്പോൾ നമുക്ക് അറബിനുള്ളൊരു പ്രത്യേകത, ഇന്ത്യ രാജ്യത്ത് അന്ന് 29 സംസ്ഥാനമുള്ളത്. 29 സംസ്ഥാനത്തിലുള്ള ആളുകൾ സൗദി അറേബ്യയിലുണ്ട്. ഈ സൗദി അറേബ്യയിൽ പോകുന്ന ഇന്ത്യക്കാർ പരസ്പരം സംസാരിക്കുന്നത് അറബിയാണ്. ബൈത്തുന്നൂർ പദ്ധതിയുടെ ഭാഗമായി പണിതു കൊടുക്കുന്ന ഭവന പദ്ധതിയിലെ 9ാമത് വീടിന്റെ ഗൃഹപ്രവേശം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കിടന്നുറങ്ങാൻ സ്വന്തമായി ഒരു കൂരയില്ലാതെ വിഷമിക്കുന്ന നാട്ടിക മഹലിലെ കുടുംബങ്ങളെ കണ്ടെത്തി UAE നാട്ടിക മഹല്ല വെൽഫെയർ കമ്മിറ്റി, നാട്ടിക മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വലപ്പാട് ബീച്ച് സുൽത്താൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന പുതിയ വീട്ടിൽ ഹൈറുന്നീസയ്ക്ക് വേണ്ടിയാണ് വീടൊരുക്കി കൊടുത്തത്. ചടങ്ങിൽ മഹല്ല വൈസ് പ്രസിഡന്റ് KA അഷറഫ് അലി അധ്യക്ഷത വഹിച്ചു. UAE നാട്ടിക മഹല്ല വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ RA ബഷീർ മാസ്റ്റർ, ഖത്തർ നാട്ടിക മഹല്ല വെൽഫെയർ കമ്മിറ്റി സെക്രട്ടറി PA മുഹമ്മദ് ഷരീഫ്, മഹല്ല സെക്രട്ടറി KA ഷൗക്കത്ത് അലി, മഹല്ല ട്രഷറർ MK ആസിഫ് അലി എന്നിവർ സംസാരിച്ചു. നാട്ടിക പ്രദേശം ദീനി മേഖലയിൽ വലിയ സംഭാവന ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ബഹുമാനപ്പെട്ട പത്മശ്രീ യൂസുഫ് അലി സാഹിബിൻ്റെ കൂടി മഹല്ലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സഹായങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു നമ്മുടെ മഹല്ല് നിവാസികളൊക്കെ നന്മയ്ക്ക് വേണ്ടി പ്രദയം ചെയ്യുന്നുണ്ട്. ഈ മഹല്ല് കമ്മിറ്റി പ്രത്യേകമായി ഇത്തരം ഒരു ദൗത്യം ഏറ്റെടുത്തതിനെ പറ്റി അഭിനന്ദിക്കുകയാണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ നമുക്കിടയിൽ പ്രയാസപ്പെടുന്നവർ വീടില്ലാത്തവരാണ്. വീട് വെക്കുക എന്നുള്ളത് സാമ്പത്തികമായി ഒരുപാട് ബാധ്യതയേറി വരുന്ന ഒരു കർമ്മമാണ്. നിർമ്മാണ മേഖല വലിയ രീതിയിൽ അതിൻ്റെ ചെലവുകളൊക്കെ കൂടി വരുന്നൊരു കാലഘട്ടത്തിൽ സുൽത്താൻ വലിയുല്ലാഹി ഷൈഖുന വരവൂർ മസ്താൻ ഉപ്പാപ്പ സ്ഥാപിച്ച ഗുത്ബിയത്ത് മജ്ലിസ് 35ാം വാർഷികവും ദുആ സമ്മേളനവും സമാപിച്ചു. ശനിയാഴ്ച വൈകിട്ട് വാടനപ്പള്ളി നോർത്ത് ജുമാ മസ്ജിദ് ഇമാം അബൂബക്കർ സഖാഫി നേതൃത്വം നൽകിയ ബദ്രിയത്തുൽ മൻഖൂസിയ, കോഴിക്കോട് അൽ മർക്കസുൽ ഫാറൂഖി, അൽ ഹാഫിള് നൂറുദ്ദീൻ നിസാമി നേതൃത്വം നൽകിയ ഖത്മുൽ ഖുറാൻ, തുടർന്ന് കൂരിക്കുഴി തങ്ങൾ സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരിയുടെ മുഖ്യപ്രഭാഷണം എന്നിവ നടന്നു. ഞായറാഴ്ച രാവിലെ അൽ ഹാജ് സയ്യിദ് മുഡിസ് തങ്ങൾ ചേലക്കര, ഷൈഖുന അബ്ദുൾ റസാഖ് മുസ്ലിയാർ വൻമേനാട്, അൽ ഹാജ് അഹമ്മദ് മുസ്ലിയാർ ജീലാനി എന്നിവരുടെ നേതൃത്വത്തിൽ മൗലീദും ദുആ സമ്മേളനവും മുനീർ ബാഖവി മറ്റത്തൂരിൻ്റെ മുഖ്യ പ്രഭാഷണവും നടന്നു. തുടർന്ന് ജാതിമത ഭേദമന്യേ ആയിരങ്ങൾക്ക് ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ജീലാനി മജ്ലിസ് അമീർ MH അഹമ്മദ് മുസ്ലിയാർ, ജീലാനി സ്വാഗത സംഘം ചെയർമാൻ മനാഫ് മുസ്ലിയാർ, കൺവീനർ VA സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി. ഏതാണ്ട് 35 കൊല്ലക്കാലം നടത്തപ്പെടുന്ന ഈ സദസ് എല്ലാം അള്ളാഹു സ്വീകരിച്ച് നാളെ ആഖിറത്തിൽ എല്ലാത്തിനും പ്രതിഫലം വാങ്ങാൻ അഹമ്മദ് മുസ്ലിയാർക്കും കുടുംബത്തിനും മുഹിബ്ബീങ്ങൾക്കും വന്നു ചേരുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.
അൽഹംദുലില്ലാഹ് യാദർശികമായി ഒരു സ്വീകരണം ഇവിടുന്ന് ലഭിച്ചു. ബഹുമാനപ്പെട്ട തബലയാലം ബാദുഷ റളിയല്ലാഹു അൻഹു, ഞാൻ ഫാത്തിഹ ഓടുന്നതിൽ വർഷത്തിൽ ഒരു തവണ സിയാറത്തിന് പോകുന്നതിൽ ഒരു ഇടമാണ് മഹാനായ തബലയാലം ബാദുഷ. ഒരു ദിവസം ഞാൻ അവിടെ സിയാറത്തിന് വേണ്ടി ചെന്ന് കുറേ ദിക്റും സലാത്തൊക്കെ ചൊല്ലി അവിടെ ഇങ്ങനെ കുത്തിരിക്കുമ്പോൾ ഉറങ്ങിയിട്ടുമില്ല, എന്നാൽ അല്പം ഉറങ്ങിയതുപോലെയുണ്ട്, ഓർമ്മയുണ്ട്. ആ ടൈമിൽ മഹാൻ എനിക്ക് ഒരു വെള്ളം തന്നു. ഞാനത് കുടിച്ചു. അതിൻ്റെ സ്വാദ് വർഷങ്ങളായി ഇപ്പോഴും എനിക്കുണ്ട്. അപ്പോൾ ആ തബലയാലം ബാദുഷാന്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് മഹാ അത്ഭുതം തോന്നി. അള്ളാഹു സ്വീകരിക്കണം, മഹാൻ സ്വീകരി. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ കാഞ്ഞാണി സെന്ററിൽ വാഹനയാത്രക്കാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് ദുരിതമായി. ഇടതടവില്ലാതെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിൽ ഗതാഗതക്കുരുക്കിന് കുറച്ചെങ്കിലും പരിഹാരമാകുമെന്ന് യാത്രക്കാർ പറയുന്നു. ഒപ്പം തിരക്കുള്ള സമയങ്ങളിൽ മണലൂർ അന്തിക്കാട് ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കാഞ്ഞാണി സെന്ററിന് മുൻപുള്ള ഇടറോഡിലൂടെ തിരിച്ചുവിട്ട് തിരക്ക് ഒഴിവാക്കണമെന്ന് നാട്ടുകാർ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പല വാഹനങ്ങളും ഗതാഗതക്കുരുക്ക് കാണുമ്പോൾ ഇടറോഡുകളെ ആശ്രയിച്ചു വരുന്നുണ്ട്. മണലൂർ അന്തിക്കാട് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പല വാഹനങ്ങളും ജംഗ്ഷൻ ക്രോസിംഗ് മനസ്സിലാവാതെ സഞ്ചരിച്ചുണ്ടായ അപകടങ്ങൾ ഒട്ടനവധിയാണ്. ഗുരുവായൂരിൽ നിന്നും വരുന്ന അന്യസംസ്ഥാന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ജംഗ്ഷൻ തിരിച്ചറിയാനുള്ള ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തത് കാരണമാണ്. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനായി വാടനപ്പള്ളി ഭാഗത്തുനിന്നും തൃശൂർ ഭാഗത്തുമുള്ള സീബ്ര ലൈനുകൾ മാഞ്ഞു പോയിട്ട് കാലങ്ങളായി. ഇതുമൂലം ആളുകൾ പല സ്ഥലത്ത് നിന്ന് റോഡ് മുറിച്ചു കടക്കാൻ നോക്കുന്നത് പതിവാണ്. 2 ഹോം ഗാർഡുകൾ രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ ഉച്ചയ്ക്ക് 2 മണിക്കൂർ ഇടവേളയിൽ ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ ഇവിടെ ജോലി നോക്കുന്നുണ്ട്. എന്നാൽ തിരക്കുള്ള സമയത്ത് ഒരാളെ കൊണ്ട് മാത്രം ഗതാഗതം നിയന്ത്രിക്കുക എന്നത് സാധ്യമല്ല. ഇതിനായി സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ എത്തിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഇവിടെ ഈ സീബ്ര ലൈൻ ഇല്ലാത്ത കാരണം ഭയങ്കര അപകടങ്ങളാണ്. എന്നും അപകടങ്ങൾ കൂടുതലാണ്. ഇനി വയസ്സായ പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും വയസ്സായ ആൾക്കാർക്കും ഈ റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ബ്ലോക്കാണ്. പിന്നെ ഈ എന്നും അപകടങ്ങളാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ബ്ലോക്കോടെ കാലത്ത് 8 മണി കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ബസ്സുകാരെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക കുട്ടിക്ക് അടിച്ചിട്ട് അവിടെ വന്നിട്ട് എടുക്കുക. അതായത് സിഗ്നൽ പറ്റൊരു 2 വർഷം അതിൻ്റെ ആവും. അത് തെളിയിക്കാനോ ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്പയാർ ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ പഞ്ചലോഹ തിടമ്പും അമൂല്യ വസ്തുക്കളും കണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP ഏകദിന ഉപവാസം നടത്തി. കനത്ത മഴയിൽ കയ്പമംഗലം വഴിയമ്പലം സെന്ററിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.